Hello guys, welcome to Adin Union Gaming. Hello guys, welcome to Adin Union Gaming. കരിമീനെ കുറച്ച് പറഞ്ഞു കുറച്ച് കരിമീൻ കിട്ടി. പിന്നെ കുറച്ച് തൂളി 2-3 തൂളിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കൂടുതലും കരിമീനാണ് കിട്ടിയത്. അപ്പോൾ കരിമീൻ പൊള്ളിക്കുന്ന വീഡിയോ ഇടണമെന്നാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായി അവർ പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ കരിമീൻ കിട്ടിയിട്ട് വേണം അത് ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കരിമീൻ കിട്ടിയത്. അപ്പോൾ കരിമീൻ പൊള്ളിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പൊള്ളിക്കണത് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് ഇതൊക്കെ കൂട്ടി ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് മറ്റേ കരിമീനൊക്കെ നല്ലോണം നന്നാക്കി കഴുകി വൃത്തിയാക്കി പതുക്കെ വരഞ്ഞ് ഈ ചേരുവകളൊക്കെ അതിൽ കൂട്ടി നല്ലോണം ഒരു അരമണിക്കൂർ വയ്ക്കും. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞ് വയ്ക്കുന്ന നേരത്ത് നമ്മളെന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇല അതിനാവശ്യമുള്ള ഇല എത്രയാണെന്ന് വെച്ചാൽ ഇല പോയി കൊണ്ടുവന്ന് വാട്ടി അത് വയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കാൻ ടേസ്റ്റ്. വേറെ ഇപ്പോൾ ഓയിൽ മറ്റുള്ള കാര്യങ്ങൾ കൂട്ടിയിട്ട് അതിനെല്ലാം കൂടുതലും നല്ലത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് പൊള്ളിക്കുക, ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അത് മുഴുവൻ വേവാൻ പാടില്ല, ഒരു 3/4 വേവ് താഴെ വരാൻ പാടുള്ളൂ. ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് വന്നിട്ട് മറിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ 7 കരിമീനാണ് ഇപ്പോൾ പൊള്ളിക്കണത്. അപ്പോൾ പൊള്ളിച്ച് കഴിഞ്ഞ് അത് വേവിച്ച് കഴിഞ്ഞ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അതിൽ സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും അതിലിട്ടിട്ട് ആ കരിമീൻ വറുത്ത വെളിച്ചെണ്ണയിൽ എണ്ണ തന്നെയാണ് അത് വാട്ടുക. അത് വാട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം വാടി കഴിയുമ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഇല നല്ലോണം തുടച്ച് ഇലയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം തേക്കുക. എന്നിട്ട് കുറച്ച് ഈ സവോള വാട്ടിയത് എടുത്ത് അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കരിമീൻ നിരത്തിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഈ സവോളയുടെ തന്നെ വെക്കുക. എന്നിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. എന്നിട്ട് ഇല പൊട്ടാണ്ട് നല്ലോണം മടക്കി നല്ലോണം കെട്ടി എത്ര പൊതിയുണ്ടെങ്കിൽ അതാക്കുക. എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണ വറുത്ത പാത്രത്തിൽ ഈ ഇല കൊണ്ടുവന്ന് മറ്റേ പൊതി കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് അത് മൂടി വയ്ക്കുക. ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചിട്ട് വീണ്ടും കുറച്ച് സിമ്മിലിട്ടിട്ട് വേവിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ആവിയൊക്കെ നിറഞ്ഞ് ഇതെല്ലാം കൂടി നല്ല അതിൻ്റെ കരിമീൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് കരിമീൻ്റെ രുചി വരുള്ളൂ. പിന്നെ ചിലർ തേങ്ങാപ്പാൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ഉപയോഗിക്കും. പക്ഷേ അത് രണ്ടും ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നണം. കാരണം നാളരപ്പാൽ കൂട്ടുമ്പോൾ അതൊരു കറിയുടെ ടേസ്റ്റ് പോലെ വരും, നമ്മളെ സാധാരണ മീൻ കറിക്ക് വയ്ക്കുന്ന രുചി. അതുകൊണ്ട് ഞാനിവിടെ ഒന്നും അത് കൂട്ടാറില്ല. അപ്പോൾ ഇപ്പോൾ കരിമീൻ കിട്ടിയ കാരണം കരിമീൻ്റെ പൊള്ളിക്കണ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇട്ടത്. ഇനി വേറെ ഏതെങ്കിലും വീഡിയോകളൊക്കെ ആയിട്ട് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ആലോചിച്ച് ഏതാണ് നമുക്ക് പറ്റിയ വീഡിയോകളെന്നൊക്കെ നോക്കണ്ടേ. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒഴിവുപോകാൻ കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇനിയിപ്പോൾ അവർ കരിമീൻ പൊള്ളിച്ചതല്ലേ, ഇനിയിപ്പോൾ ആ കരിമീനൊക്കെ പൊള്ളിച്ച് ഇത് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് അവർ കഴിക്കും. അവർക്ക് ആ സന്തോഷം. എല്ലാവരും ഒരു തവണ അത് വീട്ടിലുണ്ടാക്കണം എന്നൊരു ആഗ്രഹം. അപ്പൊ അച്ഛൻ്റെ സൂപ്പറായിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നമുക്ക്. താത്ത ബൈ ബൈ.